നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യ കോറെപ്പിസ്കോപ്പന്മാരെ, റമ്പാച്ചന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദേശവാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ പരിശുദ്ധ ദിദിമോസ് ബാബ തിരുമേനിയുടെ ഓർമ്മ ദിവസത്തിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാബ തിരുമേനി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അല്പസമയം തിരുമേനിയെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിക്കുവാനും കിട്ടിയ അവസരം ഒരു വലിയ ഭാഗ്യമായും ഒരു പ്രത്യേക അനുഭവമായിട്ടും ഞാൻ കാണുന്നു എന്നുള്ളത് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ദീർഘമായി സംസാരിക്കുന്നത് ഉചിതമല്ല എന്നറിയാം. സഭയുടെ ശ്രേഷ്ഠ മേലധ്യക്ഷനായി ചുരുങ്ങിയ കാലമേ കഴിച്ചു കൂട്ടിയുള്ളൂ. ഒരു 5 വർഷത്തിൽ അവിടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു 50 വർഷത്തെ സഭാ ശുശ്രൂഷ കാതോലിക്കായിട്ട് ചെയ്തു തന്നെയാണ് നമ്മുടെ അനുഭവം. അദ്ദേഹത്തെ എനിക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുവാൻ സാധിച്ചത് ഈ ദേറായിൽ വെച്ചാണ്. ഞാൻ B.Ed പഠിക്കാൻ വരുന്ന സമയത്ത് അന്നൊരു ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടും ഒരു അധ്യാപകനായിട്ടും ഇരിക്കുന്ന കാലമാണ് C.T. തോമസ് അച്ഛൻ. അന്ന് എൻ്റെ കൂടെ പഠിച്ച ആളാണ് P.T. തോമസ് കോറെപ്പിസ്കോപ്പ വയലിറക്കത്ത് അച്ഛന്. അങ്ങനെ പലരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഷമ്മാശന്മാരായിരുന്നു. ആ കാലത്താണ് ഇത്ര ഏറെ ശിക്ഷണ പാഠവമുള്ള അല്ലെങ്കിൽ ശിക്ഷണ ശ്രേഷ്ഠതയുള്ള ഒരു അധ്യാപകനെയും ഹെഡ്മാസ്റ്ററെയും പരിചയപ്പെടുവാൻ സാധിക്കുന്നത്. അതൊന്നും വിവരിക്കുവാൻ ഉള്ള രംഗമല്ല ഇതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പത്തനാപുരത്തുള്ള ദേറാംഗങ്ങളോടോ സിസ്റ്റേഴ്സിനോടോ ഹൈസ്കൂളിലെ അധ്യാപകരോടോ വിദ്യാർത്ഥികളോടോ ഒന്നും ഞാൻ പറയേണ്ട വിഷയമല്ല, അത് അനുഭവത്തിലുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് ആ ഭാഗമൊന്നും വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് അടുത്ത് പരിചയമുള്ളത്, ഞാൻ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പൊലീത്തായി ചുമതലയെടുക്കുമ്പോൾ ആ ഭദ്രാസനം സഭയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച വലിയ മഹാപുരോഹിതൻ ആണെന്നുള്ളതാണ്. ആ പരിചയവും ബന്ധവുമാണ്. ആ ബന്ധത്തിനൊത്തിരി ആഴമുണ്ട്, പരപ്പുണ്ട്, അതിനൊത്തിരി അർത്ഥവുമുണ്ട്. അദ്ദേഹം മലബാറിൻ്റെ മലമടക്കുകളിൽ കഠിനമായ തണുപ്പും കോഴിക്കോടിൻ്റെ ചൂടും അനുഭവിച്ച് കഴിഞ്ഞ ഒരു 40-ലധികം വർഷം. അതിൽ അദ്ദേഹം ഇവിടെ നിന്ന് ആ ഭദ്രാസന ചുമതല എടുക്കുവാൻ പോകുന്ന 1966 ശേഷം 67 ഞാനവിടെ ചെല്ലുന്ന 1991. അന്ന് സുൽത്താൻ ബത്തേരി ഭദ്രാസനം വിഭജിക്കപ്പെട്ട് എന്നെ ഏൽപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുമേഞ്ഞ പള്ളികൾ, ഓലമേഞ്ഞ പള്ളികൾ, അങ്ങുമിങ്ങും ഓടിട്ട പള്ളികൾ മലബാറിലും ബത്തേരിയിലുമുള്ള അവസ്ഥയാണ് അതാണെന്നുള്ളതാണ്. പരിശുദ്ധ തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചോ ഇടവക ഭരണത്തെക്കുറിച്ചോ വൈദിക വൃത്തിയെക്കുറിച്ചോ സന്യാസ ചര്യയെക്കുറിച്ചോ ഒന്നും സംസാരിച്ച് മനസ്സിലാക്കണമെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് നേരിട്ട് അനുഭവമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാതിരാത്രിയിലെ പ്രാർത്ഥനയുടെ ആ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വൈദികൻ വളരെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ സംതൃപ്തിയുള്ള ഹൃദയത്തോടുകൂടെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് ഓർക്കുകയുണ്ടായി. ഞാനതുപോലെ രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. പാതിരാത്രിയിലെ പ്രാർത്ഥന ചിലപ്പോൾ നെടുവെങ്ങാരും അവിടെ നിലത്ത് കിടക്കും.
ചിലപ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിലെ 2 പ്രധാന വിഷയങ്ങൾ: തമ്പുരാനെ, ഈ സഭയെ കാത്തുകൊള്ളണമേ. പിന്നത്തെ പ്രാർത്ഥന, എൻ്റെ പട്ടക്കാരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന്. എത്ര ആഴമായ, എത്ര ആശയമുള്ള, എത്ര ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയാണെന്നുള്ളതാണ്. സഭയ്ക്ക് വേണ്ടിയിട്ടും പട്ടക്കാർക്ക് വേണ്ടിയിട്ടും ജനത്തിന് വേണ്ടിയിട്ടും പാതിരാത്രിയുടെ യാമങ്ങളിൽ മുട്ടുകുത്തി നിന്ന് അല്ലെങ്കിൽ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, അത് പട്ടക്കാരെ എങ്ങനെ സംരക്ഷിച്ചു, എങ്ങനെ സൂക്ഷിച്ചു, എങ്ങനെ അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. മലബാറിലെ വൈദികരുടെ ശിക്ഷണം അതെനിക്ക് വളരെ സൗകര്യമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ശിക്ഷണത്തിൽ വന്ന വൈദികരാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഭരണം നിർവഹിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പോകട്ടെ, ഈ പരിശുദ്ധ തിരുമേനി ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഈ മലബാർ ദേശത്ത് ചെല്ലുമ്പോൾ, 2ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിൽ നിന്ന് അനേകർ മലബാറിലേക്ക് നടത്തിയ കുടിയേറ്റത്തിൻ്റെ ഒരു സമയമാണ്. മൂവാറ്റുപുഴ, കോതമംഗലം, കോലഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ക്രൈസ്തവർ വയനാട്ടിലും മലബാറിലും ചെന്നുപറ്റി. പട്ടിണിയും പരിവട്ടവും പിടിമുറുക്കിയ ഒരു കാലമാണത്. കാടിനോടും കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ഇന്ന് ഇവിടെ ഇത് പ്രസംഗിച്ചാൽ വലുതായിട്ടൊന്നും മനസ്സിലാകും. പക്ഷേ ഒരു 50 കൊല്ലമോ 60 കൊല്ലമോ പരിശുദ്ധ ഭാഗ്യസ്മരണാർഹനായ തോമാമാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ വന്ന കാലം ഏകദേശം ഇതിനോട് സാമ്യമുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ, ആ അനുഭവത്തിൽ നിന്നാണ് ദേറാ ജീവിതത്തിൻ്റെ കറ തീർന്ന ഒരു ശൈലിയിൽ ജീവിച്ച് അവിടേക്ക് വരുന്നത്. അതേ സഭയ്ക്കും സമൂഹത്തിനും ഭദ്രാസനത്തിനും ഒക്കെ ഏറെ പ്രയോജനമായിരുന്നു എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. തമ്പുരാൻ കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം അവരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. കഠിനാധ്വാനികളായ അവർക്കുണ്ടായിരുന്ന അദമ്യമായ ഭക്തിയും സ്നേഹവും ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. സഭയും സഭാജീവിതവുമൊക്കെ സൗകര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി പരിഷ്കാരങ്ങൾക്ക് വിധേയമായി ആക്കുമ്പോൾ മലബാറിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ഓർത്തഡോക്സുകാർ നയിക്കുന്ന ക്രിസ്തീയ ജീവിതം ഏറെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടെ കാണേണ്ടതുണ്ട്. എനിക്ക് വയനാടിനോട് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ അടുത്തിടെ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നൊരു ഭാഗമാണ് വായിച്ചത്. തിരുമേനിയും വയനാടും കൊണ്ടുള്ള ബന്ധം, പത്തനാപുരമായിട്ടുള്ള ബന്ധം ഞാൻ സംസാരിക്കേണ്ടതില്ല. മറ്റുള്ളതൊക്കെ മറ്റുള്ളവർക്കും അതവിധത്തിൽ അനുഭവമാണ്. ഇങ്ങനെ ഒരു വലിയ മെത്രാപ്പൊലീത്തമായിട്ട് ആ ദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഇടംകൈയും വലംകൈയും അറിയാൻ പാടില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ നടന്ന് പ്രവർത്തിച്ച ഒരു കാലമാണ്. അതിനുശേഷമാണ് ഇദ്ദേഹം ഒരു അംബാസഡർ കാറിൽ യാത്ര ചെയ്യുന്നത്. പത്തനാപുരം നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം 460 കിലോമീറ്ററുണ്ട്. ബത്തേരിക്ക് ഏകദേശം 90 കിലോമീറ്ററും കൂടെയുണ്ട്. ഞാൻ യാത്ര ചെയ്യുന്ന അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 20 വർഷം കഴിഞ്ഞാണ്. ഇങ്ങനെ പോകുന്ന യാത്ര എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. ഞാൻ അച്ഛനായിരുന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്, പിന്നീട് മെത്രാച്ചനായപ്പോഴും കാണാനിടയായി. അംബാസഡർ കാറാണ്, പിന്നീടുള്ള കാറ് അതിൽ കൂടിയ കാറായിരിക്കാം. കാറിലൊരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു ഫോട്ടോയും ഗീവർഗീസ് സഹദായുടെയും ഒരു ഫോട്ടോയും ഒരു കൂശ നിറച്ച് വെള്ളവും തിരികെ വെച്ചിട്ട് അവിടെ വെച്ച് മറ്റ് മറിഞ്ഞു പോകാതിരിക്കാൻ മറ്റ് സൗകര്യമൊന്നുമില്ല. അന്നത്തെ കാറിൽ സൂക്ഷിക്കുന്ന പ്രത്യേക വസ്തുക്കളാണ് ദാഹത്തിന് വെള്ളം കുടിക്കാൻ. പിന്നെ
യാത്രയിലുള്ള അനുഭവം പിന്നീട് എനിക്ക് നേരിട്ട് അനുഭവിക്കാനും സാധിച്ചെന്നുള്ളതാണ്. നല്ല ചൂട് ദോശ വലിയ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം, മലബാറുകാർക്കെല്ലാം അറിയാം. അത് കിട്ടുന്നിടത്ത് മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ. ഒരിക്കൽ ഞാനും തിരുമേനിയും കൂടെ ഒരിടത്ത് കയറേണ്ടി വന്നു. ഞങ്ങൾ സാധാരണ കയറുന്ന യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന കൊരട്ടിക്കടുത്തൊരു സ്ഥലമുണ്ട്, പെട്രോൾ പമ്പ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കയറിയപ്പോൾ തിരുമേനി അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുക്കപ്പെട്ട സ്ഥലമുണ്ട്. എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ കയറി ഭക്ഷണം കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചവിടെ ഭക്ഷണം കഴിച്ചു. ഞാനിത് പറഞ്ഞത് ഒരു 40 വർഷം ഈ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒന്നും തന്നെ മലബാറിലില്ല. മലബാറിൽ ഒരു വൈദികനോ ഒരു മെത്രാപ്പൊലീത്തായിക്കോ ലഭിക്കുന്നത് പെരുന്നാൾ ദിവസം വയനാടായതുകൊണ്ട് കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് അല്പം അരിയോ അതുപോലെയുള്ള സാധനങ്ങളോ ലഭിച്ചെന്ന് വരാം. തിരുമനസ്സുകൊണ്ട് അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ദേറായിൽ നിന്നത് കരുതി പോകുമായിരുന്നു എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കിട്ടുന്നതൊന്നും വേണ്ടാന്ന് പറയരുത്, അത് പള്ളിക്കാർ സന്തോഷത്തോടുകൂടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് തരുന്നത്, അത് വാങ്ങിച്ച് അനുഭവിച്ചുകൊള്ളണമെന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ ഇന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്നത്തെ വൈദികർക്ക് മനസ്സിലാകത്തില്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ മലബാറിൻ്റെ വഴക്കുകളിൽ വിശ്വാസികളുടെ ജീവിതചര്യയോട് ചേർന്ന് അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുവാനും അവർക്കാവശ്യമായ ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം കഠിനാധ്വാനം ചെയ്ത് ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ജീവിതം ചെലവഴിച്ച ഒരു വലിയ പിതാവായിരുന്നു ദിദിമോസ് ബാവ. തീമോത്തിയോസ് തിരുമേനി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും പരിചിതമാകുന്നത്. ആ തീമോത്തിയോസ് തിരുമേനി അങ്ങനെ കഴിച്ചു കൂട്ടിയ കാലം എത്രയേറെ അനുഗ്രഹകരമായിരുന്നു. ഇന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട് മലബാർ ഭദ്രാസനവും സുൽത്താൻ ബത്തേരി ഭദ്രാസനവും. എത്ര പറഞ്ഞാലും തീരാത്ത ഔന്നത്യത്തിൻ്റെയും അന്യാദൃശ ഗുണങ്ങളുടെയും ഉടമയായിരുന്നു പരിശുദ്ധ തിരുമേനി. മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാരിൽ ഉന്നത ശീർഷനും മൗണ്ട് താബോറിൻ്റെ സ്ഥാപകനുമായിരുന്ന തോമാമാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ ശിക്ഷണത്തിലും നേതൃത്വത്തിലും പരിഭാഗപ്പെട്ടതിനാൽ മഹാപൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നത്യതയും നല്ലതുവണ്ണം തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. തീമോത്തിയോസ് തിരുമേനിയുടെ ജീവിതവും പെരുമാറ്റവും ആരാധനാശീലങ്ങളും എല്ലാം തദനുസൃതമായിരുന്നു. എല്ലാ കാലത്തും ഭാരതഖണ്ഡത്തിലെ ഋഷീശ്വരന്മാരായ താപസ ശ്രേഷ്ഠരുടെ പിൻഗാമികളുടെ ഗണത്തിലാണ് പരിശുദ്ധ പരിമല തിരുമേനിയും ഈ നൂറ്റാണ്ടിൽ ജീവിച്ച പരിശുദ്ധ ദിദിമോസ് ബാവായും എന്നുള്ളതിന് സംശയമില്ല. ഈ ദേറായുടെ ആദ്യകാല ചരിത്രവും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തോമാമാർ ദിവന്നാസ്യോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ വന്ന കാലം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതനായെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ്. അന്നു മുതൽ അദ്ദേഹത്തോടുള്ള ബഹുമാനവും അദ്ദേഹത്തോടുള്ള ഭക്തിയും അതിനനുസൃതമായി ഈ തിരുമേനി ഈ ഭദ്രാസനം നൽകി എന്നെ ആ വിധത്തിൽ അനുഗ്രഹിച്ചതുമൊക്കെ ഞാൻ രംഗങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അജപാലന ദൗത്യം എന്താണെന്ന് വളരെ ഒരു സാധനപാഠമായി പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ഇന്നത്തെ വൈദികർക്കും ഇന്നത്തെ സഭാ ശുശ്രൂഷകർക്കും എല്ലാം കാണിച്ചു കൊടുത്ത ഒരു പരിശുദ്ധ പിതാവാണ് ദിദിമോസ് ബാവ എന്നുള്ളതിന് സംശയമില്ല. അതിൻ്റെ എല്ലാ അർത്ഥത്തോടും പൂർണ്ണതയോടും പ്രാവർത്തികമാക്കിയ തീമോത്തിയോസ് തിരുമേനിയുടെ കർമ്മകുശലത നേരിട്ടറിഞ്ഞവരും ഏറ്റുവാങ്ങിയവരുമാണ് ഉത്തര കേരളത്തിലെ സഭാവിശ്വാസികൾ. തീമോത്തിയോസ് തിരുമേനിയുടെ അനന്യസാധാരണമായ ജീവിത വിശുദ്ധിയും പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ദർശനവും സഭാസ്നേഹവും എല്ലാം നേരിൽ കണ്ടറിഞ്ഞവരാണ് സുൽത്താൻ ബത്തേരിയിലെയും മലബാർ ഭദ്രാസനിലെയും ആളുകൾ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പരിശുദ്ധ ദിദിമോസ് ബാവ എന്നതിനാൽ തന്നെ
ആ മുഖത്തെ സൗമ്യതയും തേജസ്സും ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവവും അനുഭൂതിയുമാണ്. വിശുദ്ധ ജീവിതം നയിച്ച് സ്വാഭാവിക മരണം പ്രാപിച്ച ദേറാക്കാരായ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് ആ പുണ്യപിതാവിൻ്റെ സ്ഥാനം. ആ ജീവിതത്തെ കണ്ടറിയുമ്പോൾ, തൊട്ടറിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ജലധാരകൾ അനവരതമായി നമ്മിലേക്ക് ഒഴുകിയെത്തുകയും അതിലൂടെ നാമും വിശുദ്ധിയുടെ പാതകളിലേക്കും അടിവെച്ച് അടുക്കുകയും ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വ്രതപരിപാലനം പരിശുദ്ധ തിരുമേനിയുടെ ജീവിത ദർശനമായിരുന്നു എന്നതും ഏവരും അറിയുന്ന വസ്തുതയാണ്. ഉപവാസവും വ്രതാനുഷ്ഠാനങ്ങളും ആ ജീവിത ശരിയെ പ്രോജ്വലമാക്കി ബ്രഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന പ്രാർത്ഥനകളും മനനങ്ങളും പഠനങ്ങളും രാവേറെയാകുവോളം ദീർഘിച്ചിരുന്നു. രഹസ്യ പ്രാർത്ഥനകളും ധ്യാനചിന്തകളും ഭരണകാര്യ അന്വേഷണങ്ങളും വളരെ ശ്രേഷ്ഠമായ നിലയിൽ നിർവഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ വിധത്തിലുള്ള മാതൃകാ ജീവിതം നയിച്ച പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനിയെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഇത് നമ്മിലേക്ക് എങ്ങനെ പകർത്തിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതുപോലെയുള്ള രംഗങ്ങളിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ഔന്നത്യവും എല്ലാം അറിഞ്ഞിരുന്ന തിരുമേനി ജീവിതവും പെരുമാറ്റവും എക്കാലത്തും തദനുസൃതം മാത്രമായിരുന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിലെ പ്രാർത്ഥിക്കുന്നവനാണ് വേദശാസ്ത്രജ്ഞൻ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കിയ പിതാവാണ് പരിശുദ്ധ ദിദിമോസ് ബാബാ തിരുമേനി. വേദശാസ്ത്രത്തിന് വലിയ പഠിത്തത്തേക്കാൾ കൂടുതൽ ആവശ്യം പ്രാർത്ഥനയും ദൈവസാമീപ്യത്തെക്കുറിച്ചുള്ള ബോധ്യവുമാണ്. അങ്ങനെയുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ ജനത്തെ നയിക്കുവാൻ ശക്തി വേറെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ജനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ തക്കമുള്ള ഒരാത്മാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി തന്നിട്ടാണ്, പ്രദാനം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടതെന്ന് സംശയമില്ല. അങ്ങനെ മലബാറിലേക്കും വയനാട്ടിലേക്കുമുള്ള ഒരു രംഗത്തിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ 5 വർഷം കൊണ്ട് ഈ സഭയിൽ ചലനമുണ്ടാക്കിയ അനേക സംഭവങ്ങളാണ്. 14 മെത്രാപ്പൊലിത്തന്മാരെ വാഴിച്ച് ഈ സഭയെ ധന്യമാക്കിയ പരിശുദ്ധ ബാബാ തിരുമനസിലെ ആ വലിയ ശ്രേഷ്ഠ ഭാഗ്യം തന്നെയാണ്. അത് ഒരു ഭാഗ്യമായിരുന്നു എന്നുള്ളത് സംശയമില്ല. മാർത്തോമ്മ പൈതൃകത്തിൽ ഉറച്ച ഭാരത ക്രൈസ്തവ സഭയിലെ ആധ്യാത്മിക ആചാര്യനും ഗുരുവും പരിശുദ്ധനുമായിരുന്ന തിരുമേനി മാവേലിക്കരയിൽ ജനിച്ച് പത്തനാപുരത്ത് വളർന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ പരിശീലനം നേടിയ സ്മര്യപുരുഷൻ, പൗരസ്ത്യ പാരമ്പര്യം ശീലിച്ച സഭാപിതാക്കന്മാരുടെ ഗണത്തിൽ പ്രത്യേകം സ്മരണീയനാണ്. ഈ പുണ്യപിതാവ് ദൈവിക പാതകളെ പിൻചെന്ന് നമുക്കായി കർത്തൃസന്നിധിയിൽ കരയേറ്റുന്ന മധ്യസ്ഥതയിലൂടെ ആത്മീയ നിറവുള്ളവരായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും സ്നേഹത്തോടും കരുതലോടും കൂടെ നമുക്കും ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്നതിനായി പരിശുദ്ധ ബാബാ തിരുമനസിനോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.